ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ട്രേഡ് ബാരിയേഴ്സ് എന്നുള്ള ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡ് ബാരിയേഴ്സ് എന്താണെന്നുള്ളതിന് മുൻപ് ഫെമിലിയർ ആയിട്ടിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്രൊട്ടക്ഷനിസം എന്നുള്ളത്. എന്താണ് പ്രൊട്ടക്ഷനിസം? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്ന കോമ്പറ്റീഷനിൽ നിന്ന് ഡൊമസ്റ്റിക് കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് പ്രൊട്ടക്ഷനിസം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്റർനാഷണൽ ട്രേഡിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ പല വെറൈറ്റി പ്രൊഡക്റ്റ് പല കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിന് ലഭിക്കാൻ കാരണമാവുന്നു. ഇങ്ങനെ പല അഡ്വാൻറ്റേജുകൾ ഇന്റർനാഷണൽ ട്രേഡിനുള്ളപ്പോൾ തന്നെ അതിന്റെ നെഗറ്റീവ് സൈഡുകളും ഉണ്ട്. ഫോറിൻ കൺട്രിയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ഒരുപാടായിട്ട് ഒരു രാജ്യത്തിലേക്ക് ചെന്നാൽ അവിടെയുള്ള കമ്പനികളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനും അവരുടെ സെയിൽസ് കുറയാനും പ്രോഫിറ്റ് കുറയാനും പക്ഷെ അവരുടെ നിലനിൽപ്പിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് അവിടെയുള്ള ഇൻഡസ്ട്രികളുടെ വളർച്ച കൂടിയേ തീരുള്ളൂ. ഇപ്പൊ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് ഡൊമസ്റ്റിക് കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇന്റർനാഷണൽ ട്രേഡിന് പലതരം ബാരിയേഴ്സ് വെക്കുന്നതിനെയാണ് പ്രൊട്ടക്ഷനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് ഡൊമസ്റ്റിക് കൺട്രികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസ് വെക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് ഡൊമസ്റ്റിക് കമ്പനികളെ സേവ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊട്ടക്ഷനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ ടൂൾസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നാമത്തത് താരിഫ്, രണ്ടാമത്തത് നോൺ താരിഫ്. ഈ രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് താരിഫ് ബാരിയേഴ്സ് എന്ന് നോക്കാം. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാല് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുന്ന പ്രൊഡക്റ്റിന് മേൽ ചുമത്തുന്ന നികുതിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറയാം. ടാക്സിനെയാണ്, ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റിന് മേളിൽ ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എന്ത് പ്രൊഡക്റ്റിന് മേളിലാണെങ്കിലും ടാക്സ് ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇതുവഴി താരിഫ് ബാരിയേഴ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ടാക്സ് ചാർജ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കൂട്ടുകയും അവരെ ലെസ് അട്രാക്റ്റീവ് ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഗുഡ്സിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ, ടാക്സ് ഇതുപോലെ താരിഫ് ചുമത്തി അതിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അവിടെ അവൈലബിൾ ആയിട്ടുള്ള ചീപ്പ് ആയിട്ടുള്ള അവിടുത്തെ തന്നെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിരിക്കും ആൾക്കാർ പ്രിഫർ ചെയ്യാം. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഒരു തരത്തിലൊരു നികുതി ചുമത്തിക്കൊണ്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഗുഡ്സിന്റെ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുകയും പ്രൈസ് കൂട്ടുകയും അതുവഴി അവരുടെ ഡിമാൻഡ് കുറയ്ക്കുക, ഡൊമസ്റ്റിക് കമ്പനികൾക്ക് വളരാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് താരിഫ് ബാരിയേഴ്സിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. താരിഫ് ബാരിയേഴ്സ് അല്ലെങ്കിൽ ടാക്സ് ചുമത്തുന്നത് കൊണ്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സുകൾ കൂടുതൽ എക്സ്പെൻസീവ് ആകുകയും അത് ലെസ് അട്രാക്റ്റീവ് ആകുകയും ചെയ്യുന്നു. രണ്ട് തരത്തിലുള്ള ഇന്റൻഷൻ ആണ് താരിഫ് ബാരിയേഴ്സിനുള്ളത്. നമ്മൾ പറഞ്ഞു, ഇതൊരു ടാക്സ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെന്റുകളെ സംബന്ധിച്ച് നികുതിയാണ്, അവരുടെ റവന്യൂ വർദ്ധിപ്പിക്കാൻ താരിഫ് ബാരിയേഴ്സ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളെ പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കുന്നു. അപ്പം ക്ലിയർ ആയി എന്ന് കരുതുന്നു. താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്തു വരുന്ന പ്രൊഡക്റ്റുകളുടെ മേൽ ഈടാക്കുന്ന ടാക്സുകളെയാണ് അല്ലെങ്കിൽ നികുതിനെയാണ്. ഇതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നികുതി ചുമത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ താരിഫ് ചുമത്തി കഴിഞ്ഞാൽ അവരുടെ പ്രൈസ് ഇൻക്രീസ് ആവുകയും അവരുടെ ഡിമാൻഡ് കുറയ്ക്കാനും സാധിക്കും. അതുവഴി ഈ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഗുഡ്സുകളെ ലെസ് കോമ്പറ്റീറ്റീവ് ആക്കാനും ഡൊമസ്റ്റിക് കമ്പനികളുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇതിൽ ടൈപ്സ് ഓഫ് താരിഫ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് പോയിന്റുകൾ തന്നെയാണ് ഇതിൽ ആദ്യം ഉള്ളത്. ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിന് മേൽ ചുമത്തുന്ന ടാക്സിനെയാണ് താരിഫ് എന്ന് പറയാം. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനിയാണ് ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് താരിഫ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് സ്പെസിഫിക് ഡ്യൂട്ടി ആണ്. വെയിറ്റിന് മേളില് ടാക്സ് ചാർജ് ചെയ്താൽ അതിനെയാണെന്ന് പറയുന്നത് സ്പെസിഫിക് ഡ്യൂട്ടി. ഫോർ എക്സാമ്പിൾ, 10 കിലോ വരെയാണെങ്കിൽ ഇത്ര രൂപ ടാക്സ്, 25 കിലോ വരെയാണെങ്കിൽ ഇത്ര രൂപ ടാക്സ്. അങ്ങനെ വെയിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷർമെന്റിന്റെ മേലിൽ ടാക്സ് ചുമത്തുകയാണെങ്കിൽ അതിനെയാണെന്ന് പറയാ സ്പെസിഫിക് ഡ്യൂട്ടി. 50 കിലോ വരെയാണ് ഭാരമെങ്കിൽ ഇത്ര രൂപ ടാക്സ്,
ഇനി അതല്ല 80 കിലോ ആയാൽ ഇത്ര രൂപ ടാക്സ്. അങ്ങനെ വെയിറ്റിന് മേളിൽ നികുതി ചുമത്തുന്നതിനെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയാം. രണ്ടാമതായിട്ട് പറയുന്നത് അഡ് വെലോറം ഡ്യൂട്ടിയാണ്. ഇവിടെ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത് അതിന്റെ വാല്യൂന്റെ അല്ലെങ്കിൽ പ്രൈസിന്റെ മേളിലാണ്. ഇവിടെ നമ്മൾ അതിന്റെ വെയിറ്റോ സൈസോ വോളിയമോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പെയിന്റിങ്സ്, അതിന്റെ വെയിറ്റ് അല്ല നമ്മൾ അവിടെ നോക്കുന്നത്, അതിന് ഇത്ര രൂപ മൂല്യമായിരിക്കും ഉള്ളത്. അപ്പം ഒരു പ്രൊഡക്റ്റിന്റെ ഇപ്പൊ ഒരു പെയിന്റിങ്സിന് 1,00,000 രൂപയാണെങ്കിൽ അതിന്റെ വിലയുടെ മേളിലാണ് ടാക്സ് ഈടാക്കുന്നതെങ്കിൽ അതിനെയാണ് അഡ് വെലോറം ഡ്യൂട്ടി എന്ന് പറയാം. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അഡ് വെലോറം വാല്യൂ പ്രൈസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിന് മേൽ അല്ലെങ്കിൽ അതിന്റെ വാല്യൂവിന്റെ മേളിലാണ് ടാക്സ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അഡ് വെലോറം ഡ്യൂട്ടി എന്നാണ് പറയാം. മൂന്നാമത്തേത് പറയുന്നത് കമ്പൈൻ ഡ്യൂട്ടിയാണ്. അഡ് വെലോറം ഡ്യൂട്ടിയും സ്പെസിഫിക് ഡ്യൂട്ടിയും ഒരുമിച്ച് ഒരു സിംഗിൾ പ്രൊഡക്റ്റിന് മേളിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കമ്പൈൻ ഡ്യൂട്ടി എന്ന് പറയാം. ഇത് കൺഫ്യൂഷൻ ആയി പോകരുത്. ഒരു പ്രൊഡക്റ്റിന്റെ വെയിറ്റിന് മേളിലാണ് ടാക്സ് ചുമത്തുന്നതെങ്കിൽ അതിനെ സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയും. 10 കിലോ വരെ ആണ് അതിന്റെ വെയിറ്റ് എങ്കിൽ ഇത്ര രൂപയാണ് ടാക്സ് എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് ഡ്യൂട്ടി. ഇനി അതല്ല, ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ 50,000 രൂപ വരെയാണെങ്കിൽ അതിന്റെ വിലയുടെ മേളിൽ ടാക്സ് ചുമത്തുന്നതിന് അഡ് വെലോറം ഡ്യൂട്ടി. 50,000 രൂപയാണെങ്കിൽ ഒരു ടാക്സ്, 55,000 രൂപയാണെങ്കിൽ വേറൊരു ടാക്സ്, അതിന്റെ പ്രൈസിന് മേളിൽ ചുമത്തുന്ന ടാക്സിനെയാണ് അഡ് വെലോറം ഡ്യൂട്ടി എന്ന് പറയാം. ഇത് രണ്ടും കൂടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കമ്പൈൻ ഡ്യൂട്ടി എന്ന് പറയും. അടുത്തതാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സബ്സിഡി കിട്ടിയാണ് വരുന്നതെങ്കിൽ ആ സബ്സിഡിയുടെ എഫക്റ്റ് ഇല്ലാതാക്കാൻ കൊടുക്കുന്ന അഡീഷണൽ ഡ്യൂട്ടീനെയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയാം. എന്താണ് ഇന്റർനാഷണൽ ട്രേഡിൽ സബ്സിഡി കൊടുക്കുന്നത് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുക? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ വില 10 രൂപയാണെന്ന് വിചാരിക്കുക. ഗവൺമെന്റിന് അതിനൊരു 3 രൂപ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്ക് എത്ര രൂപയോ ചെലവ് വരുന്നുള്ളൂ? 7 രൂപയെ വരുന്നുള്ളൂ. അതായത് 10 രൂപ കമ്പനിക്ക് ചെലവ് വന്ന കേസിൽ സബ്സിഡി കിട്ടിയതുകൊണ്ട് അവർക്ക് 7 രൂപയെ എന്താവുന്നുള്ളൂ? ചെലവായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അവർക്ക് 8 രൂപയ്ക്കോ 9 രൂപയ്ക്കോ ഈ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ ലാഭം കൂട്ടി. ഫോറിൻ കൺട്രിയിലേക്ക് എത്തുമ്പോൾ അതൊരു ചീപ്പ് പ്രൈസിനാണ്, വളരെ വില കുറഞ്ഞ പ്രൈസിനാണ് ഫോറിൻ കൺട്രിയിലേക്ക് എത്തുക. ഇത് അവിടെയുള്ള കമ്പനികളെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഈ സബ്സിഡി കിട്ടി വരുന്ന പ്രൊഡക്റ്റുകൾക്ക് അതിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡ്യൂട്ടീനെയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയാം. ഇതൊരു വശത്തെ PYQ ആണ്. ഇപ്പൊ സബ്സിഡി കിട്ടി വരുന്നുണ്ടെങ്കിൽ ആ എഫക്റ്റ് ഇല്ലാതാക്കാൻ കൊടുക്കുന്ന അഡീഷണൽ ഡ്യൂട്ടീനെയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയാം. അടുത്തതാണ് റവന്യൂ താരിഫ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗവൺമെന്റിന് വേണ്ടി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതിലുപരി ഗവൺമെന്റിന് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവില് ചുമത്തപ്പെടുന്ന താരിഫ് ബാരിയേഴ്സിനെയാണ് റവന്യൂ താരിഫ് എന്ന് പറയാം. അടുത്തത് പ്രൊട്ടക്റ്റീവ് താരിഫാണ്. ഇതും പേര് സൂചിപ്പിക്കുന്ന പോലെ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല പ്രൈമറി ഇന്റൻഷൻ എന്ന് പറയാം. ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈടാക്കുന്ന ടാക്സുകളെയാണ് പ്രൊട്ടക്റ്റീവ് താരിഫ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇന്റൻഷന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുക. ഗവൺമെന്റിന് വരുമാനം കിട്ടാൻ വേണ്ടി ഈടാക്കുന്ന ടാക്സുകളെ റവന്യൂ താരിഫ്. രണ്ടിലും ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടിലും ഒരർത്ഥത്തിൽ ഇൻഡസ്ട്രികളെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ഇന്റൻഷൻ ആണ് നോക്കുന്നത്. ഗവൺമെന്റിന് വരുമാനം കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ടാക്സുകളെ റവന്യൂ താരിഫ് എന്ന് പറയും. അത് നേരെ മറിച്ച് ഒന്നാമത്തെ ഇന്റൻഷൻ ഇൻഡസ്ട്രികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റീവ് താരിഫ് എന്ന് പറയും. മൂന്നാമതായിട്ട് പറയുന്നത് ആന്റി ഡംപിംഗ് താരിഫാണ്. ആന്റി ഡംപിംഗ് താരിഫ് എന്താണെന്ന് നമ്മൾ മുൻപുള്ള ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ചീപ്പ് പ്രൈസിന് ഡൊമസ്റ്റിക് കൺട്രിയിൽ ഹയർ പ്രൈസിന് വിൽക്കുകയും ഫോറിൻ കൺട്രിയിലേക്ക് വളരെ കുറഞ്ഞ പ്രൈസിന് കയറ്റി അയക്കുകയും ചെയ്യുന്നതിനെയാണ് ഡംപിംഗ് എന്ന് പറയാം. അപ്പൊ ഇത് തടയാൻ വേണ്ടി കൊടുക്കുന്ന അഡീഷണൽ ടാക്സിനെയാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് അറിയാം. നമുക്കറിയാം, ഇങ്ങനെ വളരെ ചീപ്പായിട്ടുള്ള ഇമ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ രാജ്യത്തെ ഇൻഡസ്ട്രികളെയും കമ്പനികളെയും നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ ഇങ്ങനെ ചീപ്പായിട്ടുള്ള ഇമ്പോർട്ട് തടയാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്ട്രാ ടാക്സിനെയാണ് ആന്റി ഡംപിംഗ് താരിഫ് എന്ന് പറയാം. ലാസ്റ്റ് പറയുന്നത് റിറ്റാലിയേറ്ററി താരിഫാണ്. ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു ഗവൺമെന്റ് ചെയ്ത ആക്ഷന്റെ റിയാക്ഷൻ ആയിട്ടാണ് താരിഫ് ഉയർത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതികാരമായിട്ടാണ് നമ്മൾ താരിഫ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെന്താന്ന് പറയാം? റിറ്റാലിയേറ്ററി താരിഫ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ,
എ എന്ന് പറയുന്ന രാജ്യം ബി എന്നുള്ള പ്രൊഡക്റ്റുകൾക്ക് 10% താരിഫ് വർദ്ധിച്ചു എന്ന് കരുതാം. അപ്പൊ അതിനോടുള്ള റിയാക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികാരമായിട്ട് ബി അവരുടെ ടാക്സ് റേറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്താന്ന് പറയാം, റിറ്റാലിയേറ്ററി താരിഫ് എന്ന് പറയാം. ഒരു രാജ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള താരിഫ് ആൻഡ് ട്രേഡ് ബാരിയേഴ്സിനോടുള്ള റെസ്പോൺസ് ആയിട്ട് മറ്റൊരു രാജ്യം താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിറ്റാലിയേറ്ററി താരിഫ് എന്ന് പറയാം. മറ്റൊരു കൺട്രീനെ ആരാണോ ആദ്യം ഇൻക്രീസ് ചെയ്തത് അവരുടെ മേലൊരു പ്രഷർ ചെലുത്തിക്കൊണ്ട് ഈ ബാരിയേഴ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇമ്പോസ് ചെയ്യപ്പെടുന്ന ടാക്സിനെയാണ് താരിഫ് ബാരിയേഴ്സ് എന്ന് പറയാം. ഈ ഫോറിൻ ട്രേഡ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ടാക്സ് ചുമത്തുക എന്നതിന്റെ അപ്പുറത്ത് പലതരത്തിലുള്ള നടപടികൾ ഒരു രാജ്യം സ്വീകരിച്ചേക്കാം. അപ്പൊ ഇതുപോലെയുള്ള നോൺ മോണിറ്ററി മെഷേഴ്സിനെ ടാക്സ് അല്ലാതെ വേറെ ഏതൊക്കെ മാർഗങ്ങളിൽ കൂടെ ഫോറിൻ ട്രേഡിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിനെല്ലാമാണ് നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയാം. അത് പലതാവാം. സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതാവാം. ഇപ്പൊ ഒരു ഹൈ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അത് മീറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കാം. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഫോറിൻ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റാതെ വരും. ഇതെന്ന് പറയുന്നത് ലെസ് ട്രാൻസ്പെറന്റ് ആണ്. താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒന്നാണ്. നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് ലെസ് ട്രാൻസ്പെറന്റ് ആണ്. അപ്പം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം, നോൺ താരിഫ് ബാരിയേഴ്സ് എന്നുള്ളത് ടാക്സ് ഒഴികെ മറ്റേതെങ്കിലും മാർഗം വഴി ഫോറിൻ ട്രേഡിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് നോൺ താരിഫ് ബാരിയേഴ്സ്. ഇതെന്ന് പറയുന്നത് നോൺ മോണിറ്ററി മെഷേഴ്സ് ആണ്. ഇതിൽ കോട്ട ഇതൊരു വർഷത്തെ PYQ ആണ്. ഒരു രാജ്യത്ത് നിന്ന് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റിന് ഒരു ലിമിറ്റ് വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോട്ട എന്ന് പറയാം. ഒന്നെങ്കിൽ അതിന്റെ വാല്യൂവിനായിരിക്കും ലിമിറ്റ് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ന രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് 50 കിലോ വരെ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 2 കോടി രൂപ വാല്യൂ വരുന്ന സാധനങ്ങൾ വരെ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ അതിന്റെ വാല്യൂവിനോ ക്വാണ്ടിറ്റിയിലോ ഒരു ലിമിറ്റ് വെക്കുകയാണെങ്കിൽ അതിനെയാണ് കോട്ട എന്ന് പറയാം. രണ്ടാമത്തേത് പറയാം ലൈസൻസിങ് റിക്വയർമെന്റ് ആണ്. ലൈസൻസിങ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രേഡ് നടത്തണമെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം. ട്രേഡ് ലൈസൻസ് മേടിച്ചെടുക്കണം എന്നുള്ളത്. ഈ ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ചിലവേറിയ കാര്യങ്ങളായിരിക്കും. ഇത് രണ്ടും ഉള്ളപ്പോഴും ഫോറിൻ ട്രേഡിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം സെയിം ഒബ്ജക്റ്റീവിന്റെ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് ആണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ, സേഫ്റ്റി, ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ആ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഈ റെഗുലേഷനും സ്റ്റാൻഡേർഡും മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വളരെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫോറിൻ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് പറയുന്നത് കസ്റ്റംസ് പ്രൊസീജിയർ ആണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള കസ്റ്റംസ് പ്രൊസീജിയർ ആണ് ഒരു രാജ്യത്തുള്ളതെങ്കിലും ഇമ്പോർട്ട് ചെയ്യുക, ആ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യില്ല, അത്രയും എഫേർട്ട് എടുക്കില്ല, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ലിമിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ പറയുന്നത് സബ്സിഡീസ് ആണ്. ലോക്കൽ ഇൻഡസ്ട്രികൾക്ക് അവിടുത്തെ ഗവൺമെന്റ് എന്ത് കൊടുക്കുക, സബ്സിഡി കൊടുക്കുക. അതുവഴി ആ രാജ്യത്തെ പ്രൊഡക്റ്റുകൾ എന്താവും, വളരെ ചീപ്പാവും, വളരെ പ്രൈസ് കുറയും അവരുടെ. ഫോറിൻ ഗുഡ്സ് വന്നാലും ഇതുപോലെയുള്ള അവരുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകൾക്ക് നിന്നു പോകാൻ പറ്റും. കാരണം എന്താണ്, സബ്സിഡി കിട്ടിയത് കൊണ്ട് അവരുടെ പ്രൈസ് വളരെ ലോ ആണെന്നുള്ളത് കൊണ്ട് തന്നെ. അടുത്തതാണ് വോളണ്ടറി എക്സ്പോർട്ട് റീസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം തന്നെ വിചാരിക്കുകയാണ് മറ്റൊരു രാജ്യത്തേക്ക് ഇത്രേ എക്സ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റുകളെയാണ് വോളണ്ടറി എക്സ്പോർട്ട് റിസ്ട്രെയിൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ മറ്റൊരു രാജ്യത്തേക്ക് ഇത്ര കിലോയെ എക്സ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് വെച്ചാൽ അതിനെയാണ്, ഇന്ത്യ തന്നെ വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് വോളണ്ടറി എക്സ്പോർട്ട് റിസ്ട്രെയിൻസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ പറയുന്നത് എംബാർഗോ ആണ്. എംബാർഗോ എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യവുമായിട്ടുള്ള എല്ലാ ട്രേഡും ബാൻ ചെയ്യുന്നതിനെയാണ്, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ എംബാർഗോ എന്ന് പറയാം. സാധാരണഗതിയിൽ ഇപ്പൊ രാജ്യങ്ങൾ നമ്മൾ യുദ്ധമൊക്കെ നടക്കുന്ന കേസുകളിലാണ് എംബാർഗോ നമുക്ക് കൂടുതലായിട്ട് കാണുക. അപ്പോൾ ഒരു രാജ്യത്തിൽ നിന്നുള്ള ആ രാജ്യവുമായിട്ടുള്ള മുഴുവൻ ട്രേഡും അവരെന്ത് ചെയ്യും,
ബാൻ ചെയ്യും അല്ലെങ്കിൽ നിർത്തലാക്കും. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ട്രേഡ് ബാൻ ചെയ്യുന്നതിനെയാണ് എംബാർഗോ എന്ന് പറയാം. ഇതും ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയയാണ്. ഇതുപോലെ തന്നെയാണ് ഇമ്പോർട്ട് ബാൻ എന്ന് പറയുന്നത്. ചില ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ലിമിറ്റ് വെക്കുക. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ കൾച്ചറൽ റീസൺ ഒക്കെ പറഞ്ഞ് ഇന്ന പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് റെസ്ട്രിക്ഷൻസ് വെക്കാം. ഇതിനെയാണ് ഇമ്പോർട്ട് ബാൻ എന്ന് പറയാം. പിന്നെ പറയുന്നത് ലോക്കൽ കണ്ടന്റ് റിക്വയർമെന്റ് ആണ്. ഒരു രാജ്യത്ത് ഗുഡ്സ് സെല്ല് ചെയ്യണമെങ്കിൽ അതിന്റെ ഇത്ര ശതമാനം അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ലിമിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ലോക്കൽ കണ്ടന്റ് റിക്വയർമെന്റ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് പറയുന്നത് ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ് ആണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് വെക്കുക, ലേബലിംഗ് റിക്വയർമെന്റ്സ് ഒക്കെ വെക്കാം. ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ഫോറിൻ ട്രേഡിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. താരിഫ് ബാരിയേഴ്സ് ആണെങ്കിലും നോൺ താരിഫ് ബാരിയേഴ്സ് ആണെങ്കിലും രണ്ടിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോറിൻ ട്രേഡ് റെസ്ട്രിക്ട് ചെയ്യുക, ഡൊമസ്റ്റിക് കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലെ താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതി ഈടാക്കിക്കൊണ്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഗുഡ്സുകളുടെ പ്രൈസ് വർദ്ധിപ്പിക്കുകയും അതുവഴി അവയെ ലെസ് അട്രാക്റ്റീവ് ആക്കുകയും ചെയ്യുകയാണെങ്കിൽ നോൺ താരിഫ് ബാരിയേഴ്സിൽ ചെയ്യുന്നത് നികുതി അല്ലാതെ മറ്റു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുക എന്നുള്ളതാണ്. അവർക്ക് വളരെ ഒരു വലിയ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, ലൈസൻസ് മേടിച്ചെടുക്കണം എന്നൊരു കണ്ടീഷൻ വെക്കുക, ഈ ലൈസൻസിങ് കിട്ടാൻ ഉള്ള പ്രൊസീജിയർ വളരെ ബുദ്ധിമുട്ടാകുക. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഫോറിൻ കൺട്രിയിലേക്ക് എൻറ്റർ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ട്രേഡ് എന്ന് പറയുന്നത്, ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അപ്പം ടാക്സ് ഒഴികെയുള്ള മറ്റു റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയാം. ഇതിലെ താരിഫ് ബാരിയേഴ്സ് ആണെങ്കിൽ ഗവൺമെന്റിന് എന്ത് കിട്ടുന്നുണ്ട്? ഒരു വരുമാനം കൂടെ കിട്ടുന്നുണ്ട്. നോൺ താരിഫ് ബാരിയേഴ്സ് ആണെങ്കിൽ ഗവൺമെന്റിന് ഇൻകം ഒന്നും കിട്ടുന്നില്ല, പലതരത്തില് ലിമിറ്റ് ചെയ്യാന്ന് മാത്രം. ഇതിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ളതും താരിഫ് ബാരിയേഴ്സിനെയാണ്. അടുത്ത ടേമാണ് താരിഫിക്കേഷൻ എന്ന് പറയുന്നത്. താരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് ലെസ് ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ എല്ലാ നോൺ താരിഫ് ബാരിയേഴ്സിനെയും താരിഫ് ബാരിയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് താരിഫിക്കേഷൻ എന്ന് പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ആദ്യം ഒരു രാജ്യത്ത് കോട്ട സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രാജ്യത്ത് നിന്ന് ഇത്ര കിലോയെ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലിമിറ്റിന് പകരം ടാക്സ് ഇത്ര ശതമാനം കൂടെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, കോട്ട എടുത്തു കളഞ്ഞ് ഒരു 5% കൂടെ ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് എന്താന്ന് പറയാം? താരിഫിക്കേഷൻ ആണെന്ന് പറയാം. ഇപ്പൊ നോൺ താരിഫ് ബാരിയേഴ്സ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിനെ താരിഫ് ബാരിയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് താരിഫിക്കേഷൻ എന്ന് പറയാം. പ്രൈമറി അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന് ഇത് ബാധകമല്ല, താരിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാധകമല്ല. അതുപോലെ തന്നെ ഉറുഗ്വേ റൗണ്ടിൽ നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ഉറുഗ്വേ റൗണ്ടിലാണ്. 8ാമത്തെ ട്രേഡ് നെഗോസിയേഷൻ റൗണ്ടാണ് ഉറുഗ്വേ റൗണ്ട് എന്ന് പറയുന്നത്. ഈ ഉറുഗ്വേ റൗണ്ടിലാണ് ഇതുപോലെയുള്ള നോൺ താരിഫ് ബാരിയേഴ്സിനെ താരിഫ് ബാരിയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെ, നോൺ താരിഫ് ബാരിയേഴ്സിനെ താരിഫ് ബാരിയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് താരിഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.